കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ അനിശ്ചിതത്വം. കീഴല്ലൂരിലെ നിരവധി കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത്. വോട്ട് ചോദിച്ച് ആരും വരേണ്ടെന്ന ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധം ശക്തമാക്കുകയാണ് ഭൂവുടമകൾ. നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായുള്ള കാത്തിരിപ്പ് നീണ്ടതോടെ വിജ്ഞാപനം പിൻവലിക്കണമെന്നും ആവശ്യമുണ്ട്. വോട്ട് ചോദിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങോട്ട് വരണ്ട. മട്ടന്നൂർ വിമാനത്താവള പരിസരത്തെ നാട്ടുകാർക്ക് ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിക്കേണ്ടി വന്നത് ഗതികേടുകൊണ്ടാണ്. റൺവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിട്ട് 8 വർഷം പിന്നിടുന്നു. പലരെയും ഇറക്കിവിട്ടു. ഇതുവരെ പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മട്ടന്നൂർ കീഴല്ലൂർ പഞ്ചായത്തിലെ 245 ഏക്കർ ഭൂമിയാണ് റൺവേ വികസനത്തിനായി ഏറ്റെടുക്കാൻ നിശ്ചയിച്ചത്. പ്രാഥമിക സർവേയും അലൈൻമെന്റ് നിർണയവും നടത്തി വിജ്ഞാപനവും ഇറക്കി. വർഷം പലതു പിന്നിട്ടു. 172 കുടുംബങ്ങളാണ് നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി കാത്തിരിക്കുന്നത്. കീഴല്ലൂരിലെ കാനാട് കോളിപ്പാലം നല്ലാണി മേഖലയിലുള്ളവരുടെ ഭൂവുടമസ്ഥാവകാശം നിയമക്കുരുക്കിലായതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. കോളിപ്പാലം നല്ലാണി തറമൽ പ്രദേശത്തുള്ള ഒരു 10-200ഓളം വീട്ടിലുള്ള ആളുകൾ അനാഥരെ പോലെ കഴിയുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. കാരണം പല വീടുകളും ഇന്ന് പുതിയ വീടുകളല്ല, വളരെ ചുരുങ്ങിയ വീടുകൾ മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ ക്രയവിക്രയം തടസ്സപ്പെട്ടു. വീടിന്റെ അറ്റകുറ്റപ്പണിയോ കൈമാറ്റമോ പണയപ്പെടുത്തലോ സാധ്യമാകാതെ വന്നു. പോയിന്റ് ഓഫ് കോൾ അനുമതിയിലടക്കം വെല്ലുവിളികളിൽ കുരുങ്ങി വിമാനത്താവളവും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയതോടെ എല്ലാം തുലാസിലായി. ഒന്നും നടക്കില്ലെങ്കിൽ വിജ്ഞാപനം പിൻവലിക്കണമെന്ന് പറയുന്നു നാട്ടുകാർ. ഇത് കുറെ വർഷമായി ഇവർ ഇങ്ങനെ കളിപ്പിക്കുന്നു. ഇത്രയും പെട്ടെന്ന് എടുക്കുക. നമ്മളെ വീടെല്ലാം പൊളിഞ്ഞു വീഴാനായിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ല, ഒന്ന് പൊളിച്ചെടുക്കാനാവൂല. കിൻഫ്രയാണ് നോഡൽ ഏജൻസി. വിമാനത്താവള പ്രദേശത്തു നിന്ന് കാനാട് മേഖലയിലേക്ക് മഴക്കാലത്ത് ജലം കുത്തിയൊലിച്ചെത്തിയതോടെ പ്രദേശത്തെ 12 കുടുംബങ്ങളെ കിൻഫ്ര മാറ്റിപ്പാർപ്പിച്ചിരുന്നു. എന്നാൽ 6 മാസം മാത്രമാണ് ഇവർക്ക് വാടകത്തുക ലഭിച്ചത്. ഇവിടെ ഭരണാധികാരി ഉണ്ടോ എന്ന് അറിയില്ല, ഇവിടെ ഭരണം നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. വാരി വിഴുങ്ങുന്നത് കാണുന്നുള്ളൂ. ഇവിടെ അത് മെമ്പറായാലും MP ആയാലും MLA ആയാലും ഇവിടെ MP ഒരു പ്രാവശ്യം വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ BJPയിലെ കൃഷ്ണദാസ് വന്നിട്ട് ഞങ്ങൾ തരാമെന്നുണ്ടോ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പായിട്ട്. മന്ത്രി EP ജയരാജൻ മന്ത്രിയായിരിക്കും 19 ആ വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ അടുത്ത മാസം നവംബറിൽ വന്നിട്ട് പറഞ്ഞ് സെപ്റ്റംബറിൽ വന്നിട്ട് പറഞ്ഞ് ഈ ഡിസംബറിൽ പൈസ വാങ്ങിക്കുന്നു. അയാളൊന്നും പിന്നെ തിരിച്ചു നോക്കിയില്ല. കാനാട് മേഖലയിൽ ഭൂമി ഏറ്റെടുക്കൽ അനിശ്ചിതത്വത്തിൽ കുരുങ്ങിയ അനവധി പേർക്ക് വീടുകൾ ഉപേക്ഷിച്ചിറങ്ങേണ്ടി വന്നു. നവീകരണം സാധ്യമാകാത്തതോടെയാണ് ഇവർ മറ്റു വഴികൾ തേടിയത്. പക്ഷേ കാത്തിരിപ്പിന് ഇപ്പോഴും പരിഹാരമൊന്നുമില്ല. ഒരു പരിഗണന ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എപ്പോഴാണ് ഈ ബഡ്ജറ്റിലും ഒന്നും കാണുന്നില്ല. ഹജ്ജ് ഇതിനു വേണ്ടി 1 കോടി നീക്കിവെച്ചതായിട്ട് കാണുന്നുണ്ട്. വേറെ ഒന്നും ബഡ്ജറ്റിലൊന്നും കണ്ടില്ല. പിന്നെ ഇത് ഓടുന്ന ഇവരെന്തിനാണ് പിന്നെ ഇത് വെറുതെ ആളെ കത്തിലാക്കുന്നത്? മട്ടന്നൂർ വിമാനത്താവള പരിസരത്ത് ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട അനവധി ഭാർഗവി നിലയങ്ങളുണ്ട്. സ്വയം ഉപേക്ഷിച്ചു പോയതല്ല, ഗതികെട്ട് രക്ഷപ്പെട്ടോടിയതാണ്. ഈ ഭൂമിയെല്ലാം സർക്കാർ ഏറ്റെടുക്കുമോ? ഏറ്റെടുക്കുമെങ്കിൽ എന്ന് മറുപടി പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ഒട്ടേറെ ആളുകൾ ഇപ്പോഴും ദുരിതത്തിലാണ്. കൃഷിയും മറ്റുമായി ഉപജീവനം നടത്തിയിരുന്നവരാണ് വികസനത്തിന്റെ ബലിയാടുകളായി മാറിയത്. ഭൂമി ക്രയവിക്രയം ചെയ്യാനോ വീട് അറ്റകുറ്റപ്പണിയോ നടത്താനാകാതെ വലിയ പ്രതിസന്ധിയിലാണ് 170ഓളം കുടുംബങ്ങൾ. നവകേരള സദസ്സിൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. അവർക്ക് പറയാനുള്ളത് കേൾക്കാം. കുറേ വർഷമായി, 5-8 വർഷമായി ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കാൻ തുടങ്ങിയിട്ട്. നമ്മളെല്ലാം വീടെല്ലാം പൊളിഞ്ഞ് വീണ് പകുതി ഇതായിട്ടുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കടബാധ്യതയെല്ലാം ഉണ്ട് ബാങ്കിലെല്ലാം. നമ്മളെ ഭൂമി എടുക്കുമെന്നിട്ടെങ്കിൽ നമുക്ക് വീടെടുക്കാനോ ആക്കാനോ ഒന്നും കഴിയുന്നില്ല. 3 വീട്ടിൽ നിൽക്കേണ്ട ആളിന് താമസിക്കുന്നു. ഒരു വീടെടുക്കാനോ പെർമിറ്റ് എടുക്കാനൊന്നും കഴിയില്ല. മോനെങ്കിലും കല്യാണം കഴിക്കാൻ അതിന് കടന്നുറങ്ങാൻ കഴിയാത്ത വിധത്തിലാണ്. എടുക്കുന്നില്ല അന്നേരം പിന്നെ എടുക്കുന്നില്ല എന്നറിയാം. മക്കളെ 2 പേരെ അടുത്തുകൊണ്ട് നിർത്തി നമ്മൾ അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് ഇനിയും മതിയാക്കാനായില്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? ആത്മഹത്യ വരെ ചെയ്യും. അത്രയും സങ്കടത്തിലാണ് മോനെ. അത്രയും ഇതാണ്. നമ്മൾ അത്രയും സ്ഥലമുള്ളവരാണ്. അപ്പോൾ കിൻഫ്രക്കാർ പറയുന്നു കിയാലിനോട്, കിയാൽ പറയുന്നു ഗവൺമെൻറ്റിനോട്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കളിക്കുവാണ്. അപ്പോൾ അവർക്ക് വാടക കിട്ടാത്തത്. നമ്മളൊന്നും പിന്നെ മാറി താമസിച്ചില്ല. മാറി താമസിച്ചവരെ ഗതി അതാണ്. വിഷയത്തിൽ നടപടി ഉണ്ടാകണം. അവരുടെ ദുരിതം അകറ്റുകയും വേണം സർക്കാർ.